ഇത്തവണത്തെ ബിഗ് ബോസും അങ്ങനെ 100 ദിവസം ഇല്ല, 98 ദിവസം തന്നെയാണ്. എന്നാണ് ഗ്രാൻഡ് ഫിനാലെ? ഇന്നലെ മുതൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ ഡേറ്റ് അനൗൺസ് ചെയ്തു, ഗ്രാൻഡ് ഫിനാലെ ഡേറ്റ് അനൗൺസ് ചെയ്തു എന്ന്. ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തില്ല, പക്ഷേ ഗ്രാൻഡ് ഫിനാലയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്, പറയാം. അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ രാവിലെ വന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മാറിയോ? ഫുൾ അതുപോലെ തന്നെയാണ് ഈ എപ്പിസോഡിൽ വന്നത്. ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞതല്ല. ഒത്തിരി കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. കോപ്പി അടിക്കുന്നതാണ്, നീ പ്രഡിക്റ്റ് ചെയ്യുന്നതാണ്, നിനക്കൊന്നും അറിയുന്നില്ല, നിനക്കൊരു ഇൻഫർമേഷനും കിട്ടുന്നില്ല, നീ ഫുൾ റോങ് ആണ്, ഫുൾ ഫേക്ക് ആണ്, വെറുതെ പൈസ ഉണ്ടാക്കാനാണ്, ഫേക്ക് തമ്മിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സൈബർ അറ്റാക്കുകൾ ഈ ലെവലിലും വരുന്നുണ്ട്, ഇങ്ങനെയും വരുന്നുണ്ട്. ആർമികളുടെ ഭാഗത്തുനിന്ന്, ഞാൻ പേരുകളെന്ന് പറഞ്ഞല്ലോ, ആർമികളുടെ ഭാഗത്തുനിന്നും ചുറ്റും വരുന്നുണ്ട്. അപ്പോൾ ദൈവം വിചാരിച്ച് അഭിനന്ദിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഞാൻ അറിയുന്ന കാര്യങ്ങളാണ്, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനകത്തൊരു 95% എപ്പോഴും ശരിയായിട്ടുണ്ട്. സീസൺ 5 നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന് വ്യക്തമായിട്ട് കാര്യം അറിയാം. പുതുതായിട്ട് വന്ന ഒത്തിരി പേർക്കാണ് കൺഫ്യൂഷൻസ് ഉള്ളത്. സോ ഒരാളുടെ നിന്നും കോപ്പി അടിക്കുന്നതോ ഒരാൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇടുന്നതോ അങ്ങനെ ഒന്നുമല്ല. അതെനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്ന്. കാരണം അതിൻ്റെ പേരിൽ തന്നെ ഒത്തിരി അറ്റാക്ക്, എനിക്ക് അങ്ങനെയാണ് ഒത്തിരി അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ പറയും അവർ വീഡിയോ ഇട്ട് വിത്തിൻ 2 മിനിറ്റിനകത്ത് നിൻ്റെ വീഡിയോ വന്നു, നീ അതിനിടയ്ക്ക് പോയി വീഡിയോ ഇട്ടു വന്നു. ചിലപ്പോൾ എൻ്റെ വീഡിയോ 8 മിനിറ്റ് ആയിരിക്കും, വേറെ ആരെങ്കിലും വീഡിയോ ഇട്ടത് 1 മിനിറ്റിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ 8 മിനിറ്റുള്ള വീഡിയോ ഞാൻ എടുക്കണമെങ്കിൽ അത് എടുക്കണം, അതിൻ്റെ തമ്പനയിൽ എഡിറ്റ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, പേര് കൊടുക്കണം, പ്രോസസ്സ് ആവണം. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനൊരു ടൈമുണ്ട്. മനസ്സിലായില്ല? അതിനൊരു ടൈമുണ്ട്. അല്ലാതെ ഇന്ന ആളിട്ട് അടുത്ത മിനിറ്റിൽ വരുമ്പോഴത്തേക്കും ഇയാളെ കണ്ട് കോപ്പി അടിക്കാൻ വീഡിയോ നീ ഇട്ടോ. അപ്പം നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ലോജിക്കായിട്ട് ചിന്തിക്കുക. ആരെയും കോപ്പി അടിക്കുന്നില്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അറ്റാക്കുകൾ വീണ്ടും കൂടുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് മാത്രമല്ല, ആർമികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ദയവ് കരുതി നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് മുഴുവനായിട്ട് കേൾക്കണം. ഈ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഇൻട്രോ പറയുന്നതിന് മുന്നേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണെന്നുള്ളത് ഞാൻ ആദ്യം എടുത്ത് പറയും. അപ്പോൾ അത് മാത്രം കേട്ടിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യരുത്. മുഴുവൻ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. ജിൻഡോയെക്കുറിച്ചൊന്നും പറയാൻ വയ്യ, ജാസ്മിനെ കുറിച്ചൊന്നും പറയാൻ വയ്യ, സിജോയെക്കുറിച്ച് വയ്യ, അർജുനെക്കുറിച്ചോ അഫ്സലയെക്കുറിച്ചോ ശ്രീധുവിനെക്കുറിച്ചോ റസ്മിനെക്കുറിച്ച് പോലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തുടക്കത്തിൽ പറയുന്ന ജിൻഡോ തെറ്റ് ചെയ്തോ? അങ്ങനെയെങ്കിൽ ആരാണ് അങ്ങനെ ചെയ്യാൻ കാരണം? ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു ഡയലോഗും കേട്ടോണ്ടോ ചിലപ്പം ആ വീഡിയോയിൽ ഞാൻ ഇത്രയും നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജിൻഡോ ചെയ്തിട്ടില്ല എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഇത് ആദ്യത്തെ ഒരു വേർഡ് മാത്രം കേട്ടുകൊണ്ട് വന്ന് താഴെ കമൻറ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവർക്കും നാട്ടിൽ ഇരിക്കുന്നവർക്കും മറ്റവനെ മറിച്ചവനെ മൊട്ടം ചീത്തകൾ ഒക്കെ വരയ്ക്കും. അപ്പോൾ സോ വീഡിയോ ദയവേരുതി എന്നെ നല്ല ഒരു റിവ്യൂവേഴ്സ് എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് ഇത്തവണ ഭയങ്കരമായി കൂടുതലാണ്. കഴിഞ്ഞ തവണ ഇത്രയും പ്രശ്നമില്ല, ഇത്തവണ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ റിവ്യൂ അടിപൊളി, ഇത്തവണത്തെ നിങ്ങളുടെ റിവ്യൂ കൊള്ളത്തില്ല, നിങ്ങൾ എന്താ കാണിക്കുന്നത്, നിങ്ങൾ ഫേവർ. എനിക്ക് ഇവർ ആരെ ഫേവർ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഏതാണ്ട് ഒരു 6 to 7 കണ്ടസ്റ്റൻസിനെ അറിയാം. ബിഗ് ബോസിനകത്തുള്ള 6 to 7 കണ്ടസ്റ്റൻസിനെ അറിയാം. അവർക്ക് പോലും ഞാൻ ഒരു ഫേവറും ചെയ്തിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് കണ്ടിട്ട് എന്താണോ തോന്നുന്നത് ഞാൻ ആ ഒരു കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഇന്ന് നെഗറ്റീവ് പറയുന്ന ആളെ നാളെ പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്. ആരുടെ ഗെയിമാണോ നല്ലത് അവരെയാണ് ഞാനന്ന് എടുത്ത് കൂടുതൽ പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ആർമി ആ ആർമി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആർമി ഗ്രൂപ്പിൽ ഞാനുണ്ടോ? ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ ആർക്കെങ്കിലും സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ വേ കറക്റ്റ് വെട്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരു PR ൻ്റെ 1 രൂപയുടെ പോലും PR ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, PR ഞാൻ ചെയ്യത്തുമില്ല. കുറച്ച് പേരൊക്കെ ചെറിയ രീതിക്കൊക്കെ ചെയ്യുമോ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളൊന്ന് നോക്കാന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് ആരൊക്കെയാണെന്ന് അവരവർക്ക് തന്നെ അറിയാം. അവർക്കൊക്കെ മാത്രമേ അറിയാവൂ ഞാൻ PR എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ഞാൻ PR എടുക്കണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് 1 2 3 4 ഫ്രണ്ട്സുകളൊക്കെ ബിഗ് ബോസിനകത്തുണ്ട്, അവരുടെ PR എടുക്കണം. അവരുടേത് പോലെ എടുക്കാതിരിക്കുന്ന എന്നെ ദയവ് കരുതി PR എന്ന് പറഞ്ഞ് ഇനിയും കൊട്ടിഘോഷിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ മിഡ് വീക്കെൻഡിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡേ 72. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഞാൻ റിവ്യൂ ആയിട്ടൊന്നും പറയുന്നില്ല. രാവിലെ ഞാൻ എന്തൊക്കെയാണോ വന്ന് പറഞ്ഞ ആ സാധനങ്ങൾ മൊത്തം അതുപോലെ അച്ചടിച്ചാണ് കൊണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, വിജയ് യേശുദാസിൻ്റെ പാട്ട്, വീടിനകത്ത് പോയുള്ള പാട്ട്, കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ്, അവരുടെ ലാലേട്ടനെ കുറിച്ചുള്ള ഓരോ മൂവി റിവ്യൂ, അതിനുശേഷം ലാലേട്ടൻ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്, ഇതിനിടയിൽ കൂടെ ലാലേട്ടനെ പോലത്തെ ഒരു മൂവിയുടെ ഒരു സംഭവം, ഒരു ട്രെയിലർ കട്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് മെയിനായിട്ട് നടക്കുന്നത്. കേക്ക് കട്ടിങ് സെറമണി എല്ലാം ഉണ്ട്. ഈ സംഭവങ്ങളാണ് നടക്കുന്നത്. ഇനി ഗ്രാൻഡ് ഫിനാലെ ജൂൺ 16-ാം തീയതി ആണ് എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഷോ ആ സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആവുകയും കൂടുതൽ ത്രില്ലിംഗ് ആവുകയും അല്ലെങ്കിൽ സീസൺ 3-ലൊക്കെ സംഭവിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ആ സമയത്ത് ഇപ്പോൾ ഇല്ല, ഫിക്സ്ഡ് ആണ്. ജൂൺ 16 എന്ന് തന്നെയാണ് അറിയുന്നത്. 98 ദിവസം എല്ലാ ബിഗ് ബോസും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ ബിഗ് ബോസും 98 ദിവസം തന്നെയാണെന്നാണ് അറിയുന്നത്. പക്ഷേ ആ അണ്ടിയോടടുത്ത് എത്തുമ്പോഴേക്കും മാങ്ങയുടെ പുളിപ്പ് അറിയാവൂ എന്ന് പറയുന്ന കണക്ക് അവിടെ എത്തുമ്പോൾ മാങ്ങാണ്ടിൻ്റെ പുളിപ്പ് മാറുമോ എന്ന് എനിക്കറിയില്ല. ആ തുമ്പറ്റത്തെത്തും എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയില്ല. എന്തായാലും ജൂൺ 16-ാം തീയതിയാണ് ഗ്രാൻഡ് ഫിനാലെ ഓഫ് സീസൺ 6 എന്നാണ് അറിയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് അറിയുന്നവർക്ക് അപ്ഡേറ്റ് ചെയ്യാം. വേറെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നാളെ നടക്കാൻ പോകുന്ന സംഭവം ഓൾറെഡി ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നാളെ ഒന്നുകൂടി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ സാധനം മാത്രമായിരുന്നു, വേറെ കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചില്ല. എന്നാൽ കഴിഞ്ഞ തവണ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പെർഫോമൻസ് ഒക്കെ ഇത് വെച്ചിട്ട് കഴിഞ്ഞ തവണത്തിന് അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഏട്ടൻ ഫോണ്ടിൻ്റെ റിലീസ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴാണത് ഓൺലൈനിൽ വന്നത്. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കൊച്ചു റിവ്യൂവറിൻ്റെ ഒരു ബിഗ് ബർത്ത്ഡേ വിഷ് നമ്മുടെ ലാലേട്ടന്, എൻ്റെ എല്ലാ പ്രേക്ഷകരുടെ വകയായിട്ട് ലാലേട്ടന് ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ. ഇനിയും സന്തോഷത്തോടെ 100 കൊല്ലം അടിപൊളിയായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം. അന്നു തൊട്ടിന്നു വരെ നമ്മുടെ മനസ്സാകെ കവർന്നെടുത്തേ ലാലേട്ടാ ലാലേട്ടാ. അപ്പോൾ എനിക്കിന്ന് കൂടുതലൊന്നും പറയാനില്ല, റിവ്യൂ ഒന്നും എനിക്ക് പറയാനില്ല. ദയവ് കരുതി സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക, ക്രെഡിറ്റ് തന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. കോപ്പി അടിയാണ്, അവരെ കണ്ടതാണ്, ഫേക്കാണ് അങ്ങനെ പറയുക. ദയവ് വെച്ച് വീഡിയോ മുഴുവൻ കാണുക. കിടന്ന് അലയ്ക്കുന്ന കമൻറ്റ് കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കത്തിൽ പറയുന്ന ഇൻട്രോ കേട്ടുകൊണ്ട് വന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സ് തുറക്കാത്തതിൻ്റെ കാര്യം ഭയങ്കരമായ അറ്റാക്കാണ്. യൂട്യൂബിലുള്ളതിൻ്റെ ഒരു 10-100 ഇരട്ടിയാണ് ഫേസ്ബുക്കിലുള്ളത്. അമ്മാവന്മാർ രാവിലെ ആകുമ്പോൾ തോണ്ടി തുടങ്ങും, ആരെ തലമണ്ടേക്കാറ് അമ്മാവന്മാർ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിച്ച് വാരി പൂശിയാണിരുന്ന്. അപ്പം ദയവ് കരുതി ഇനിയെങ്കിലും മനസ്സിലാക്കി പെരുമാറുക. ആരെയും സൈബർ അറ്റാക്കുകൾ ചെയ്യാതിരിക്കുക. കണ്ടസ്റ്റൻസിനെയോ റിവ്യൂവേഴ്സിനെയോ ആർമിക്കാരെയോ ആരെയും സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക. മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.